നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായി. വോട്ടെടുപ്പ് സമാധാനപരം. പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറഞ്ഞു. ചെറുതുരുത്തിയിൽ വെച്ച് കാറിൽ നിന്നും 19.7 ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയ സംഭവം. ഇത് കള്ളപ്പണമല്ലെന്നും തന്റെ പുതിയ വീട് നിർമ്മാണത്തിനായി സാധനങ്ങൾ വാങ്ങാൻ പോകുകയായിരുന്നെന്നും കുളപ്പുള്ളിയിലെ SNDP നേതാവ് CC ജയൻ. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല പണം കൊണ്ടുപോയതെന്നും CC ജയൻ. മണ്ണാർക്കാട് മെഴുക്കുപാറയിൽ ചരിഞ്ഞ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി. ചോലയിൽ ഇറങ്ങിയ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടെ പാറയിൽ നെഞ്ചിടിച്ചു വീണുണ്ടായ പരിക്കാണ് മരണകാരണം. DFOയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. ലാസ്യ ഭാവ താള ലയങ്ങളുമായി വേദികളിൽ നിറഞ്ഞാടി മത്സരാർത്ഥികൾ. വിവിധ സ്കൂളുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ലൈസൻസിനായി വ്യാപാരികളുടെ കാത്തിരിപ്പ്. 5 മാസത്തോളമായി പുതിയ ലൈസൻസ് ലഭിക്കുന്നില്ല. സമരത്തിനൊരുങ്ങുകയാണെന്ന് വ്യാപാരി. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായി. പരാതികളും പ്രതിസന്ധികളും നേരിടാതെയാണ് കരുവാരക്കുണ്ട്, തൂവൂർ പഞ്ചായത്തുകളിൽ പോളിംഗ് അവസാനിച്ചത്. രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം മെച്ചപ്പെട്ട നിലയിലെത്തി. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായപ്പോൾ തുവ്വൂർ, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിൽ സമാധാനപരമായിരുന്നു. കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ 21 വാർഡുകളിലായി 32 ബൂത്തുകളും തുവ്വൂർ പഞ്ചായത്തിൽ 17 വാർഡുകളിലായി 22 ബൂത്തുകളുമാണ് ക്രമീകരിച്ചിരുന്നത്. എവിടെയും യന്ത്ര തകരാറുകളോ അക്രമ സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉച്ചവരെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് വൈകിട്ടോടെ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 19.7 ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് CC ജയൻ. ഇത് കള്ളപ്പണം അല്ലെന്നും തന്റെ പുതിയ വീട് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങാൻ പോകുകയായിരുന്നുവെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു CC ജയന്റെ പ്രതികരണം. വാഹനത്തിന് കൈകാട്ടിയ വഴി സീറ്റിന് മുകളിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നും പണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധനാ സംഘത്തെ ബോധിപ്പിച്ചിരുന്നതായി CC ജയൻ പ്രതികരിച്ചു. കള്ളപ്പണം കടത്തി എന്ന വ്യാജ വാർത്ത വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തലായെന്നും ജയൻ പറഞ്ഞു. അല്ല, അപകീർത്തിപ്പെട്ടതിൽ ഏറ്റവും മോശമായിട്ട് ചെയ്തത് അനിലക്കരയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കരുവന്നൂർ കേസിലത്തെ പ്രതികളുടെ ഒപ്പം നമ്മള് അവരുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നടന്നതിന്റെ കള്ളപ്പണം കൊണ്ടുവന്ന സ്ഥിരമായിട്ടുള്ള പരിപാടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും ഇതല്ലേ. മറ്റത് അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ. കരുവന്നൂർ ബാങ്ക് കൊള്ള കേസിലെ പ്രതികളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ ഗുരുതരമായ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജയൻ പറഞ്ഞു. കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞാനത് സൂചിപ്പിച്ചു. ഇപ്പൊ കരുവന്നൂർ എന്താണോ അനിലക്കര ആരാണോ എന്താണോന്ന് എനിക്കറിയില്ല. പക്ഷെ അനിലക്കര ഇത്തരത്തെ രൂപത്തിൽ എന്നെ പ്രതിപാദിച്ചത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. അത് ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്തതിന് നമ്മളതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കും. EP ജയരാജനും MR മുരളിയും ഉൾപ്പെടുന്ന ഇടതു നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പണം കടത്തിയതെന്ന ആരോപണം അദ്ദേഹം തള്ളി. തനിക്ക് രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുമായും നല്ല സൗഹൃദം മാത്രമാണുള്ളത്. പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്തതെന്ന രാഷ്ട്രീയ പ്രതിവാദങ്ങളെ പൂർണ്ണമായും തള്ളിയായിരുന്നു ജയന്റെ പ്രതികരണം. കുളപ്പുള്ളിയിലെ SN കോളേജ് ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും തലവരിപ്പണം വാങ്ങിയതാണെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളി. എനിക്ക് രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം നമ്മൾ ഈ സംഘടനയുടെ ആവശ്യമായിട്ടും SNDP ആവശ്യമായിട്ടും ഒക്കെ ഒരുപാട് ബന്ധപ്പെടുന്ന ആളാണ്. ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് ആയിട്ട് അതിന് രാഷ്ട്രീയമില്ല. ഇതിലുള്ള പല ആളുകൾക്കും ഒരു സംശയം, ഞാനിത് കൊണ്ടുപോയത് കള്ളപ്പണമാണ് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയിക്കുക എന്നുള്ളതാണ്. മണ്ണാർക്കാട് മെഴുകുപാറയിൽ ചെരിഞ്ഞ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. ചോലയിൽ ഇറങ്ങിയ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടെ പാറയിൽ നെഞ്ചിടിച്ചുണ്ടായ പരിക്കാണ് മരണകാരണം. വനത്തിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാറി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ചോലയിലാണ് ആനയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ചോലയിലേക്ക് മുൻകാലുകൾ നീട്ടി ഇറങ്ങിയ നിലയിലാണ്.
പിൻഭാഗത്തെ കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. 3 മാസത്തോളം പ്രായമുള്ള കുഞ്ഞ് ചോലയിലേക്ക് ഇറങ്ങിയപ്പോൾ രക്ഷിക്കാനിറങ്ങിയപ്പോഴാകാം അമ്മയാനയ്ക്ക് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. നെഞ്ച് പാറയിൽ ശക്തമായി ഇടിച്ചുണ്ടായ ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞു. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. മറ്റാനകൾ രക്ഷിക്കാൻ ശ്രമം നടത്തിയതിന്റെ ലക്ഷണവും സംഭവസ്ഥലത്തുണ്ട്. പ്രദേശത്ത് തന്നെ ചിതയൊരുക്കി ദഹിപ്പിച്ചു. മൃതദേഹം കണ്ടെത്തിയ ചൊവ്വാഴ്ചയും ഈ ഭാഗത്ത് കാട്ടാനകൾ വന്നിരുന്നതായി വനപാലകർ അറിയിച്ചു. ഒരാഴ്ച മുൻപ് അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള ആനക്കൂട്ടത്തെ ചിറപ്പാടം ഭാഗത്ത് മലയിൽ കണ്ടിരുന്നു. മണ്ണാർക്കാട് DFO C അബ്ദുൽ ലത്തീഫ്, റേഞ്ച് ഓഫീസർ N സുബൈർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ CM മുഹമ്മദ് അഷ്റഫ്, പുരുഷോത്തമൻ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, RRT അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ നമ്മൾ വാർത്തയിൽ കാണുകയാണ്. നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ വന്നപ്പോൾ അവിടെ വീണ് ഇപ്പോൾ ഫോറസ്റ്റുമാർ ഇവരൊക്കെ ഇന്ന് വന്നതാണ്. സ്ഥിരമായിട്ട് വരലുണ്ട് ആനകൾ. ഇവിടെ തോട്ടത്തിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോടും വന്നായിരുന്നു. ഇവർ വരും, ആട്ടി വിടും, പിന്നെയും വരും. അങ്ങനെ സ്ഥിരം വരുന്നുണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ലൈസൻസിന് വേണ്ടി വ്യാപാരികളുടെ മാസങ്ങളായുള്ള കാത്തിരിപ്പ്. 100-ലധികം വ്യാപാരികൾക്ക് 5 മാസത്തിലേറെയായി ലൈസൻസ് ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികൾ. 165 വ്യാപാരികൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ 62 പേർക്ക് മാത്രമാണ് ഇതുവരെ ഈ ലൈസൻസ് അനുവദിച്ചത്. ബാക്കിയുള്ള 103 വ്യാപാരികൾ 5 മാസത്തിലേറെയായി ലൈസൻസിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുകയാണ്. പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരുടെ കുറവും സ്ഥലം മാറിയെത്തിയവരുടെ പരിചയക്കുറവും കാരണം അപേക്ഷകൾ പരിഹരിക്കാൻ കാലതാമസം വരുത്തുന്നു എന്നാണ് ആക്ഷേപം. പ്രശ്നം പലതവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വ്യാപാര സംഘടനാ നേതാക്കൾ അറിയിച്ചു. ഇപ്പോൾ ലൈസൻസ് പുതുക്കി കറക്റ്റായിട്ട് പോകുന്ന ലൈസൻസ്, ലേബർ, അതേമാതിരി തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്ന വ്യാപാരികളാണ് ഞങ്ങൾ. ഇന്ന് നേരെ മറിച്ച് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന തട്ടുകടകൾക്ക് അവർക്ക് ലൈസൻസും വേണ്ട, ലേബറും വേണ്ട, വാടകയും വേണ്ട, ഒരു സാമഗ്രികളും അവർക്ക് ആവശ്യമില്ല. അവർ രാവിലെ വരുന്നു, കച്ചവടം ചെയ്യുന്നു, പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും റോഡ് സൈഡിൽ വിക്ഷേപിക്കുന്നു. അവർക്ക് ഒരു ചെക്കിങ്ങും ഇല്ല. ഇന്ന് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ആ കടകൾ വന്ന് ചായ കുടിച്ച് പോകുന്നു. ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ ലൈസൻസ് എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്ന ആൾക്കാരെ വന്ന് ചെക്ക് ചെയ്യുന്നു, എല്ലാവിധ ഫൈനുകളും എഴുതി തരുന്നു. പക്ഷേ ഈ റോഡ് സൈഡിലുള്ള ഒരു കടക്കാരുടെ മേലിലും ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ചെക്കിങ്ങിനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുത്ത ദിവസം വ്യാപാരികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കും. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. പശ്ചിമബംഗാൾ ബർധമാൻ ജിക്ര സ്വദേശി ഫജൽ മണ്ഡലിനെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. രാവിലെ 9ഓടെ ട്രെയിൻ ഇറങ്ങി വരുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന 6.25 കിലോ കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കായി ഇവിടേക്ക് എത്തിച്ച കഞ്ചാവാണിത്. ഒറ്റപ്പാലം SI M സുനിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് സൗത്ത് പള്ളിക്കുന്ന് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ വാളിയാടി മുസ്ലിം ലീഗിൽ ചേർന്നു. പള്ളിക്കുന്ന് ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഉസൈൻ കോളശ്ശേരി അംഗത്വം നൽകി. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് CPM-ൽ സുരക്ഷിതത്വമില്ലെന്ന തിരിച്ചറിവാണ് ബഷീർ പാർട്ടി വിടാൻ കാരണമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നീട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തന കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുകയും ചെയ്ത ബഹുമാന്യനായ നമ്മുടെ എല്ലാവരുടെയും ബച്ചിക്ക ബഷീർ സാഹിബ് നേരിൻ്റെ മാർഗം തിരിച്ചറിഞ്ഞ് വീണ്ടും ഹരിത രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെയും തുറന്ന മനസ്സോടെയും ബഹുമാന്യനായ ബഷീർ സാഹിബിനെ 6ാം വാർഡ് മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടിയും ഹരിത രാഷ്ട്രീയത്തിലേക്ക് തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുക. കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് പച്ചീരി, ജനറൽ സെക്രട്ടറി ബഷീർ കാട്ടിക്കുന്നൻ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ, സഹദ് അരിയൂർ, കബീർ മണ്ണാറോട്ടിൽ, സുലൈമാൻ ചേരിങ്ങൽ,
റഷീദ് തോട്ടാശ്ശേരി, വൈശ്യൻ മുഹമ്മദ്, VK അബുട്ടി, കാസിം പുന്നക്കുളയൻ, നൌഷാദ് വെള്ളപ്പാടം, ഷെരീഫ് പച്ചീരി, നൌഷാദ് പടിഞ്ഞാറ്റി എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാത വ്യാഴാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. ഓങ്ങല്ലൂർ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള പാതയിൽ 1 കിലോമീറ്റർ ദൂരത്താണ് ആദ്യഘട്ട റബ്ബറൈസിംഗ് നടത്തിയത്. പ്രവൃത്തികൾ മുഹമ്മദ് മുഹ്സിൻ MLA വിലയിരുത്തി. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഈ മാസം 10 മുതലാണ് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഓങ്ങല്ലൂർ മുതൽ മേലെ പട്ടാമ്പി പാലക്കാട് റോഡ് വരെയുള്ള ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളുടെ ഭാഗമായാണ് ഗതാഗതം നിരോധിച്ചത്. പ്രവൃത്തികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മുതൽ പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് പാതയിൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. 1 കിലോമീറ്റർ 300 മീറ്റർ ദൂരത്താണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. മഞ്ഞളുങ്ങൽ ഭാഗത്ത് ഓവുപാലം നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാനുണ്ട്. പാതയിലെ മറ്റ് പ്രവൃത്തികളും വേഗത്തിലാക്കാനാണ് ശ്രമമെന്ന് മേലെ പട്ടാമ്പിയിലെ പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. നിള IPT റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കുളപ്പുള്ളിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന റോഡ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിച്ചു. വളരെ നന്നായി അതിൻ്റെ DBM വർക്കാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. KRFBയുടെ AXC, AE അതുപോലെ ഓവർസിയർമാരൊക്കെ തന്നെ രാത്രിയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. രാത്രിയും രാവിലെയും ഒക്കെ ഫുൾ ടൈം ഇതിൻ്റെ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ ടാറിംഗ് പ്രോസസ്സ് വേഗത്തിൽ നടത്താൻ കഴിഞ്ഞത്. കാരണം ഇതിന് മുമ്പേ നമ്മൾ കുറേ ദിവസമായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ രാത്രിയും പകലുമാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ സ്ട്രെച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പാടങ്ങൾ, വാടനാംകുറിശ്ശിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓങ്ങല്ലൂരും 2 പാടങ്ങളിലെ വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. വാടനാംകുറിശ്ശിയിൽ കുറച്ചും കൂടെ വീതി സ്ഥലം ഏറ്റെടുത്ത് തരാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് വീതി കൂട്ടി ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓങ്ങല്ലൂർ ഒരു കൾവർട്ട് പൊളിച്ച് ചെയ്യാനുണ്ട്. അത് റോഡിൻ്റെ ഗതാഗതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മേൽപ്പാലം എന്തായാലും അതിൻ്റെ അവസാനഘട്ട വർക്ക് ക്ലോസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും, ഗതാഗതം ക്ലോസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി ഈ പാടത്തിൻ്റെ ഭാഗത്തുള്ള കൾവർട്ട് കൂടി ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർക്കിൽ ഉൾപ്പെടാത്ത വാടനാംകുറിശ്ശി മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വർക്കുകളുണ്ട്. മേൽപ്പാലത്തിൻ്റെ വർക്കുകളിൽ അതിൻ്റെ സൈഡിലുള്ള നിലവിലുള്ള റോഡ്, മേൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള റോഡ് ഇല്ല, റീടാറിംഗ് ഇല്ല. അതോടൊപ്പം തന്നെ ഈ വർക്കിലും മേൽപ്പാലം ചെയ്യുന്നതുകൊണ്ട് മേൽപ്പാലത്തിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ആ മേൽപ്പാലം ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാലം അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗതാഗതം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇപ്പോൾ ആ റോഡ് വല്ലാതെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഫ്ബിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ റോഡിലും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അത് കിഫ്ബി അംഗീകരിക്കുകയും KRFBയെ കൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ എസ്റ്റിമേറ്റിൽ നിലവിൽ ഉൾപ്പെടാത്ത ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യമായിട്ടുള്ള വർക്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണതോതിൽ ഈ റോഡ് പോലെ തന്നെ ചെയ്യില്ല എങ്കിലും അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ കുറച്ച് ഭാഗത്തുകൂടി നമ്മുടെ റെയിൽവേ ഗേറ്റ് വരെയും, റെയിൽവേ ഗേറ്റ് മുതൽ നിലവിലെ മേൽപ്പാലം അവസാനിക്കുന്ന ഭാഗം വരെയുള്ള ഭാഗം കൂടി ഇതിൽ പുതുതായി ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി ഉപജില്ലാ കലോത്സവ വാർത്തകൾ കാണാം. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കലോത്സവം തൃക്കടിരിയിൽ തുടരുന്നു. 4ാം ദിവസം അരങ്ങേറിയത് 25 ഇനങ്ങൾ. ഒപ്പനയും ചാക്യാർകൂത്തും ലളിതഗാനവും ഉൾപ്പെടെ മികവുറ്റ മത്സരങ്ങളാണ് 4ാം ദിവസം അരങ്ങേറിയത്. 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം ദിവസം വാശിയേറിയ മത്സരങ്ങളാണ് തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത്. ഒപ്പന, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കൂടിയാട്ടം, ലളിതഗാനം, സംസ്കൃതം നാടകം, മോണോ ആക്ട്, മിമിക്രി, വിവിധ ഭാഷകളിലെ പദ്യം ചൊല്ലൽ, പ്രസംഗം, ചെണ്ടമേളം, തായമ്പക തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിൽ നടന്നു.
വേദി 3-ൽ അരങ്ങേറിയ ലളിതഗാന മത്സരം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. കലോത്സവ വേദിയെ രാഗാർദ്രമാക്കിയാണ് ലളിതഗാന മത്സരാർത്ഥികൾ വേദി വിട്ടത്. കൊച്ചുകുട്ടികളുടെ മോണോ ആക്റ്റും മിമിക്രിയും ആസ്വാദകർക്ക് കൗതുകവും രസവും പകർന്നു. ഇശലൊടി തൂകി മണവാട്ടിമാരും തോഴിമാരും വേദിയിൽ നിറഞ്ഞാടിയ ഒപ്പന മത്സരം ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവ വേദിയെ ഇളക്കിമറിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 7 ടീമുകളാണ് ഒപ്പന മത്സരത്തിൽ മാറ്റുരച്ചത്. മന്ദം മന്ദം നടന്നുവരുന്ന മണവാട്ടിയും കാതിന് ഇമ്പമേകുന്ന മാപ്പിള ഇശലുകൾക്ക് ചുവടുവെക്കുന്ന തോഴിമാരുമാണ് ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ 4ാം ദിവസം കാണികളുടെ ഖൽബ് കവർന്നത്. കലോത്സവത്തിലെ വേദി 1 മധുബാനിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഒപ്പന മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ആരവമാണ് സദസ്സിൽ നിന്നും ഉയർന്നത്. നിറഞ്ഞ സദസ്സിൽ നിന്നും ഉയർന്ന കയ്യടികൾ മത്സരാർത്ഥികൾക്ക് ആവേശമേകി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 7 ടീമുകളാണ് ഒപ്പനയിൽ മത്സരിച്ച 7 ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വല്ലപ്പുഴയിൽ നടന്നുവരുന്ന ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ 3ാം ദിനത്തിലും നിറം പകർന്നത് നൃത്ത ഇനങ്ങൾ തന്നെ. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. വല്ലപ്പുഴ യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഷൊർണൂർ ഉപജില്ലാ കലോത്സവം 3 നാൾ പിന്നിടുന്നു. ബുധനാഴ്ചയും നൃത്ത ഇനങ്ങളായിരുന്നു കലോത്സവ വേദിയെ താളമയമാക്കിയത്. വേദി 1-ൽ ഭരതനാട്യ മത്സരത്തോടെ രാവിലെ അരങ്ങുണർന്നു.
തുടർന്ന് കുച്ചിപ്പുടി, സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. വേദി 2-ൽ ഓട്ടൻതുള്ളൽ, പണിയനൃത്തം, ഇരുളനൃത്തം, മംഗലംകളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളും നടന്നു. സംസ്കൃത നാടകം, അറബിക് ഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളും ബുധനാഴ്ച വിവിധ വേദികളിൽ നടന്നു. سيل سيلا قيد شمل لهملا في قوة يا الله ربي سوي الطار يا الله ربي طول البار يا الله ربي صحي الساهب الله ربي زكي الجانب الله ربي قوي القائد الله ربي نقي الفائدة الله ربي अदेव ज्ञातुं शक्यते अस्य संसारस्य वृक्षस्य च नितः विद्यमानः दृढबन्धः परन्तु अद्य वयं वृक्षान् विस्मरिष्यामः समस्तस्यापि जीवलोकस्य आधारभूतान् वृक्षान् अधिकृत्य किमपि नाटकम् अत्र क्रीडितुम् उद्दिश्यामि पश्यन्तु एवं कश्चन കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. സംഘനൃത്തം, നാടോടി നൃത്തം, ചെണ്ട, തായമ്പക, സംഘഗാനം തുടങ്ങിയ മത്സരങ്ങൾ വ്യാഴാഴ്ച നടക്കും. 2024 കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെന്ന് ചോദിച്ചാൽ അത് ഗോത്രകലകളുടെ കടന്നുവരവാണ്. കലോത്സവത്തിന് വേറൊരു വൈബാണ് ഗോത്രകലകൾ സമ്മാനിക്കുന്നത്. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ 3-ാം ദിനം കാണികൾക്ക് വിരുന്നായതും ഗോത്രകലകൾ തന്നെയാണ്. സ്കൂൾ കലോത്സവ വേദികൾക്ക് പുതിയ താളം സമ്മാനിക്കുകയാണ് ഗോത്രകലകൾ. മാസങ്ങൾക്ക് മുമ്പ് വരെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാരൂപമായിരുന്നു ഇതെങ്കിൽ ഇന്നതല്ല. കലോത്സവ വേദിയിലേക്കുള്ള ഗോത്രകലകളുടെ കടന്നുവരവ് കാടിനു പുറത്തും തുടിതാളം തീർക്കുന്നു.
ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഈ വർഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയത്. മാവിലരുടെയും മലവേട്ടവരുടെയും മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം, മലപ്പുലയരുടെ ആട്ടം എന്നിവയാണ് മത്സര ഇനങ്ങളായി കലോത്സവ വേദികൾക്ക് പുതുതാളം പകരുന്നത്. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ 3-ാം ദിനത്തിലും കാണികൾക്ക് വിരുന്നായത് ഗോത്രകലകൾ തന്നെയാണ്. മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനത്തോടൊപ്പം ജനകീയമായി ഈ കലകളെ ഏറ്റെടുക്കുക കൂടിയാണ് ഇപ്പോൾ കലോത്സവ വേദികൾ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം നാളിൽ വേദികൾ കലാമത്സരങ്ങളാൽ സജീവമായി. ജനപ്രിയ ഇനങ്ങളായിരുന്നു ബുധനാഴ്ച വിവിധ വേദികളിൽ നടന്നത്. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവം 4-ാം നാളിലേക്ക് ബുധനാഴ്ച രാവിലെ മുതൽ 10 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജനപ്രിയ ഇനങ്ങളായ നാടൻപാട്ട്, തിരുവാതിരക്കളി, വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ബുധനാഴ്ച നടന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കഥാപ്രസംഗം തുടങ്ങിയ ഇനങ്ങളിലും മത്സരങ്ങളുണ്ടായി. മേളയുടെ 4-ാം ദിവസമായ വ്യാഴാഴ്ച കോൽക്കളി, ദഫമുട്ട്, ഒപ്പന, അർഭനമുട്ട്, വട്ടപ്പാട്ട്, സംഘഗാനം, മൂകാഭിനയം, നാടകം, മിമിക്രി, മോണാക്ട് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും.
മേള അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ എടപ്പലം PTM യത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂൾ, കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ മുന്നേറ്റം തുടരുകയാണ്. നൃത്ത ലാസ്യ മാപ്പിള കലകളാൽ സജീവമായി മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനം. വേങ്ങൂർ AM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ മികച്ച ജനപങ്കാളിത്തമാണ് 3ാം ദിനം അനുഭവപ്പെട്ടത്. വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും. മേലാറ്റൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം ജനകീയ ഇനങ്ങളാൽ സജീവമായിരുന്നു. കോൽക്കളി, ദഫ്മുട്ട്, അറബനമുട്ട്, മാർഗംകളി, ചവിട്ടുനാടകം, നാടകം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, കേരള നടനം, മോണോ ആക്ട്, മിമിക്രി തുടങ്ങിയ വിവിധ ഇനങ്ങൾ ബുധനാഴ്ച നടന്നു. നൃത്തലാസ്യ മാപ്പിള കലകളാൽ സമ്പന്നമായിരുന്ന 3ാം ദിനം മത്സര ഇനങ്ങൾ വീക്ഷിക്കുവാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മികച്ച പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. മേളയുടെ അവസാന ദിനമായ വ്യാഴാഴ്ച വട്ടപ്പാട്ട്, ഒപ്പന, നാടോടി നൃത്തം, സംഘനൃത്തം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടക്കും. ഉപജില്ലയിലെ 51 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിഭകളാണ് 4 ദിവസത്തെ മേളയുടെ ഭാഗമാകുന്നത്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. സ്കൂൾ കലോത്സവങ്ങളിൽ ഫലത്തെ ചൊല്ലി തർക്കങ്ങളും തമ്മിലടിയുമെല്ലാം സ്വാഭാവികമാകുമ്പോൾ നന്മയുടെ ശ്രുതിമീട്ടിയ വൈഗയ്ക്ക് അഭിനന്ദനം. കലോത്സവത്തിൽ വൈഗയുടെ വയലിൻ ഉപയോഗിച്ച് മത്സരിച്ച കുണ്ടൂർക്കുന്ന് സ്കൂളിലെ ഋഷികേശ് 1ാം സ്ഥാനം നേടിയിരുന്നു. വൈഗയെ അഭിനന്ദിക്കാൻ കുണ്ടൂർക്കുന്ന് സ്കൂൾ പ്രതിനിധികൾ തൂതയിലെ വീട്ടിലെത്തി. കുണ്ടൂർക്കുന്ന് സ്കൂളിൽ നടന്ന ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിലാണ് നന്മയുടെ ശ്രുതിമീട്ടിക്കൊണ്ട് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ വൈഗ മത്സരാർത്ഥികൾക്ക് മാതൃകയായത്. ഹൈസ്കൂൾ വിഭാഗം വയലിൻ മത്സരത്തിൽ വൈഗ മത്സരിച്ചിറങ്ങിയതിനു ശേഷം സ്റ്റേജിൽ കയറേണ്ടത് കുണ്ടൂർക്കുന്ന് ഹൈസ്കൂളിലെ ഋഷികേശ് ആയിരുന്നു. എന്നാൽ വേദിയിലേക്ക് കയറിയതും ഋഷികേശിന്റെ വയലിന്റെ കമ്പി പൊട്ടി. ഇതോടെ മത്സരത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച ഋഷികേശിന് വൈഗ തന്റെ വയലിൻ നൽകി. റിസൾട്ട് വന്നപ്പോൾ വൈഗയുടെ വയലിൻ കൊണ്ട് മത്സരിച്ച ഋഷികേശിന് 1ാം സ്ഥാനവും വൈഗയ്ക്ക് 2ാം സ്ഥാനവും. എന്നാൽ അതിനോട് വൈഗയുടെ പ്രതികരണമായിരുന്നു രസകരം. 1ഉം 2ഉം സ്ഥാനങ്ങൾ ഇത്തവണ എൻ്റെ വയലിന്. അവൻ ഇറങ്ങിയപ്പോൾ അവൻ്റെ അവസരം വെറുതെ നഷ്ടപ്പെടണ്ടെന്ന് വെച്ച് എൻ്റെ വയലിൻ കൊടുത്തു. അവൻ നന്നായി വായിച്ചു, അവന് ഫസ്റ്റ് കിട്ടി. എനിക്ക് സെക്കൻഡ് അയച്ചിട്ട് അന്നൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കാരണം തന്നെ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടുക അറിയുമ്പോൾ സന്തോഷം മാത്രം. ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല, സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നു. വൈഗയുടെ നന്മ മനസ്സിനെ അഭിനന്ദിക്കാനാണ് കുണ്ടൂർക്കുന്ന് സ്കൂൾ പ്രതിനിധികൾ തൂതയിലെ വീട്ടിലെത്തിയത്. പ്രിൻസിപ്പാൾ PG പ്രശാന്ത് കുമാർ, മാനേജർ TM അനുജൻ, ഹെഡ്മാസ്റ്റർ AM രവീന്ദ്രൻ, KK സുധീർ മാസ്റ്റർ എന്നിവരാണ് വീട്ടിലെത്തി വൈഗയെ കണ്ട് അഭിനന്ദിച്ചത്. വൈഗ തൻ്റെ പരിപാടി അവതരിപ്പിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അടുത്ത് വരേണ്ട കുട്ടിയുടെ ഋഷികേശിൻ്റെ വയലിൻ്റെ കമ്പി പൊട്ടി. അപ്പോൾ അവന് നിരാശനായിട്ട് മടങ്ങാൻ ഭാവിക്കുമ്പോൾ വൈഗ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങണ്ട, എൻ്റെ വയലിൻ തരാം എന്ന് പറഞ്ഞ് ഋഷികേശിന് കൊടുക്കുകയും ഋഷികേശ് സ്റ്റേജിൽ കയറി തൻ്റെ പരിപാടി തടസ്സം കൂടാതെ അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല റിസൾട്ട് വന്നപ്പോൾ ഋഷികേശിന് ഫസ്റ്റും വൈഗയ്ക്ക് സെക്കൻഡുമാണ്. അപ്പോൾ പറഞ്ഞ വൈഗയുടെ കമൻ്റാണെങ്കിൽ ഏറ്റവും കേവലം, ആർക്ക് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും രണ്ടും എൻ്റെ വയലിനാണല്ലോ കിട്ടിയത് എന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മനസ്സുള്ള കുട്ടികളും മുതിർന്നവരും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഗയുടെ മനസ്സ് അത് പെട്ടെന്ന് ആരും അവളെ നിർദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തിട്ടല്ല, അവൾക്ക് സ്വയം തോന്നിയതാണ്. അത് ചെറിയൊരു കാര്യമല്ല. നന്മകൾ നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനൊരു നന്മ അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷിതാക്കൾക്കും നല്ല പങ്കുണ്ട്. അവരോടും പ്രത്യേകം അതിൽ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് ഇവളുടെ ജീവിതത്തിൽ എന്നും വിജയം ഉണ്ടാക്കാൻ ഈ ഒരു സ്വഭാവം സഹായിക്കും. വയലിന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിലും എല്ലാ ജോലിയിലെല്ലാം മിടുക്കത്തിയായിട്ട്
വരും. കാറൽമണ്ണ തെക്കുമുറി കൊരട്ടിയിൽ ജയന്റെയും കാറൽമണ്ണ NNM UP സ്കൂളിലെ അധ്യാപിക പ്രതിഭയുടെയും മകളാണ് വൈഗ. വളരെയധികം സന്തോഷം തോന്നി. കാരണം പല സ്ഥിരമായിട്ട് സബ് ജില്ലകളും യുവജനോത്സവം കാണാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഇവളെ ഈ മത്സരത്തിന് പോകുമ്പോഴും പിന്നെ പല തരത്തിലുള്ള മത്സരങ്ങൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ തമ്മിലും ജഡ്ജസും രക്ഷിതാക്കളും തമ്മിലായിട്ടും പിന്നെ ടീച്ചേഴ്സ് തമ്മിലും സ്കൂളുകൾ തമ്മിലൊക്കെ നടക്കണതിൽ ഞാൻ ഇവളോട് പറയാൻ നിന്നപ്പോഴേക്കും ഇവൾ വയലെടുത്ത് കൊടുത്തു. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഫസ്റ്റ് കിട്ടിയാലും സെക്കൻഡ് കിട്ടിയാലും എൻ്റെ വയലിനല്ലേ കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവളുടെ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ നോക്കുക, പരമാവധി കഴിയണത്ര അവൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാനും എൻ്റെ സപ്പോർട്ടും ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടും അവൾക്ക് ഉണ്ടാവും. എന്തായാലും കുണ്ടുറുകുന്ന് സ്കൂളിൽ നിന്ന് അവരുടെ മാനേജ്മെൻറ്റ് അധ്യാപകരും വന്ന് ഇത്രയും വലിയൊരു അംഗീകാരമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നില്ല. വാണിയംകുളം കോതകുരിശി റോഡിൽ കാറ്റാടിപ്പടിയിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് സാമൂഹ്യദ്രോഹികൾ ഇവിടെ തള്ളുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കോതകുരിശി കാറ്റാടിപ്പടിയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത്. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ദുർഗന്ധം സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയപ്പോൾ പ്രദേശവാസികൾ വിഷയം ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണുവെട്ടിച്ചാണ് വീണ്ടും ഇക്കൂട്ടർ മാലിന്യങ്ങൾ തള്ളുന്നത്. കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ കക്കൂസ് മാലിന്യവും തള്ളിയ നിലയിലാണ്. ദുർഗന്ധം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് സംസ്കരിച്ചു. ഇനിയെങ്കിലും സാമൂഹ്യദ്രോഹികൾ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഇവിടെ വേസ്റ്റുകൾ രാത്രി മറവിൽ കുറച്ച് തള്ളാറ്. അപ്പോൾ അതിന് പഞ്ചായത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് ഇപ്പോൾ നേരെക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും രാത്രി ഇത് കൂടെ തള്ളാണ്. ഇതിനിപ്പോൾ തള്ളാൻ നിർത്തണം. അതിനെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ മുതൽ ആര്യമ്പാവ് വരെയുള്ള ബസ് ബേകൾ ദീർഘദൂര ചരക്ക് ലോറികളുടെ ഇടത്താവളങ്ങളായി മാറി. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിലേക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റിയിരുന്നു. എന്നാൽ ആളുകൾ ഇവയിൽ കയറിയില്ല. ഇതോടെയാണ് ഈ ഭാഗങ്ങളിൽ ലോറികൾ പാർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പഴയ സ്ഥലങ്ങളിലെ പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും മീറ്ററുകളോളം മാറ്റിയാണ് സ്ഥാപിച്ചത്. ഈ ഭാഗങ്ങളിൽ വിശാലമായ ബസ് ബേകളും ഒരുക്കിയിരുന്നു. എന്നാൽ മാറ്റി സ്ഥാപിച്ച മിക്ക കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആളുകൾ കയറാറില്ല. ആളുകൾ ഇല്ലാത്തിടത്ത് ബസ്സുകൾ എന്തിനു നിർത്തണം? ഉപയോഗിക്കേണ്ടവർ ഇവയെ അവഗണിച്ചപ്പോൾ ദീർഘദൂര ചരക്കു വാഹനങ്ങൾക്ക് ബസ് ബേകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അനുഗ്രഹമായി മാറി. എത്ര വലിയ വാഹനങ്ങളും ഇവിടെ നിർത്താം. മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണിയോ ശല്യമോ ഇല്ല. നാട്ടുകൽ മുതൽ ആര്യമ്പാവ് വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളമായി ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടതായി കാണാം. നാട്ടുകൽ ആശുപത്രിപ്പടി ജംഗ്ഷനിലെയും പാലോട് റോഡിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആളുകൾ പതിവായി കയറുന്നത്. ഈ ഭാഗങ്ങളിൽ മറ്റു വാഹനങ്ങളും നിർത്തിയിടാറില്ല. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്കിന് സ്ഥലം അനുവദിച്ചു. പുലാമന്തോൾ മേലാറ്റൂർ സംസ്ഥാന പാതയോട് ചേർന്ന് ചെറുകരയിലാണ് സ്ഥലം അനുവദിച്ചത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആരംഭിക്കും. ഇതിനായി ചെറുകരയിൽ പാതയോരത്തെ KSTP സ്ഥലം അനുവദിച്ചു. ശുചിമുറികൾ, കഫ്തേരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയാണ് ടേക്ക് എ ബ്രേക്ക് സജ്ജീകരിക്കുക. 3 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിരുന്നെങ്കിലും പണി പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പദ്ധതി നടപ്പാക്കുന്നതിന് പഞ്ചായത്ത് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു പറഞ്ഞു. KSTB എഞ്ചിനീയർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു. പാചകവാതക സിലിണ്ടറുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നടപടികളിൽ അവ്യക്തത. യഥാർത്ഥ ഉടമകൾ തന്നെയാണോ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനും ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഉദ്ദേശിച്ച് മസ്റ്ററിംഗ് നടപടികൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്ര കാലാവധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എല്ലാ LPG കണക്ഷൻ ഉടമകളും ആധാറും LPG കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്നായിരുന്നു വിവരം. എല്ലാ കണക്ഷൻ ഉടമകളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണമെന്ന നിർദ്ദേശവും വന്നു.
മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്ന നിബന്ധന വന്നേക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതുകാരണം ജൂലൈ മാസത്തിൽ ആദ്യത്തെ തുടരെയുള്ള ദിവസങ്ങളിൽ ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. നവംബർ മാസത്തിൽ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പാചക ഗ്യാസ് സിലിണ്ടറുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇതേസമയം സിലിണ്ടറുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന ജോലിക്കാരും നേരിട്ട് മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൊബൈൽ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് സ്വയം മസ്റ്ററിംഗ് ചെയ്യാനും സംവിധാനമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലും സൗകര്യമുണ്ട്. എന്നാൽ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഉപഭോക്താക്കൾക്കിടയിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭ്യമാക്കുന്നതിനും തട്ടിപ്പ് തടയുന്നതിനുമാണ് ആധാർ കാർഡുകൾ LPG കണക്ഷനുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനി വാണിജ്യ വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്തെ സാമ്പത്തിക സേവന രംഗത്ത് 25 വർഷത്തെ പാരമ്പര്യമുള്ള സുരഭി ഗ്രൂപ്പിന്റെ സംരംഭമായ മഹാലക്ഷ്മി ഫിനാൻസിന്റെ 2ാമത് ബ്രാഞ്ച് കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. കെ പ്രേംകുമാർ MLA ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടമ്പഴിപ്പുറം വൃന്ദാവൻ കോംപ്ലക്സിലാണ് മഹാലക്ഷ്മി ഫിനാൻസിന്റെ 2ാമത് ബ്രാഞ്ച് ആരംഭിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. സുദീർഘമായ കാലമായി ശ്രീകൃഷ്ണപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം നാടിന് ജനങ്ങൾക്ക് നല്ല സേവനം നൽകി കൂടുതൽ വിശ്വാസ്യതയോടെ അതിൻ്റെ പ്രവർത്തന മികവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാടിനോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നവരാണ് രാജുവേട്ടനും സുന്ദരേട്ടനും എന്നത് പ്രത്യേകമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. കടമ്പഴിപ്പുറത്തും ഈ സ്ഥാപനത്തിന് ജനങ്ങളുടെ വിശ്വാസ്യത കൃത്യമായി അത് സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് മികച്ച സേവനം നൽകി മുന്നോട്ട് പോകാനാകട്ടെ. ഈ സ്ഥാപനത്തിന് അതിൻ്റെ വളർച്ചയ്ക്ക് ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രൊപ്പറേറ്റർമാരായ സുബ്രഹ്മണ്യൻ മഠത്തിൽ, രാജു പുളക്കിൽ, മാനേജർ രാഹുൽ കെ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നാട്ടുകാർ, സുരഭി ഗ്രൂപ്പ് സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് കടമ്പഴിപ്പുറം കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലേക്ക് മഹാലക്ഷ്മി ഫിനാൻസിന്റെ സംഭാവന MLAയിൽ നിന്ന് സാന്ത്വന കേന്ദ്രത്തിന്റെ അംഗങ്ങളായ അജിത് പ്രസാദ് ഇരട്ടപ്പള്ളിയിൽ, ഉഷ നാരായണൻ എന്നിവർ ഏറ്റുവാങ്ങി. ലളിതമായ തവണ വ്യവസ്ഥയിൽ ചെറുകിട കച്ചവടക്കാർക്ക് വായ്പകൾ, ഗ്രാമിന് 6000 രൂപ വരെ സ്വർണ്ണ പണയ വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവ സ്ഥാപനത്തിൽ നൽകി വരുന്നു. കൂടാതെ വായ്പയിലേക്ക് ദിവസ അടവ് സൗകര്യവുമുണ്ട്. സ്വദേശ് നിധി ലിമിറ്റഡ്, സുരഭി ടവർ ശ്രീകൃഷ്ണപുരം, മഹാലക്ഷ്മി ഫിനാൻസ് സൊസൈറ്റി പടി ശ്രീകൃഷ്ണപുരം, സുരഭി ചിറ്റ് ഫണ്ട് സൊസൈറ്റി പടി ശ്രീകൃഷ്ണപുരം, സുരഭി കൺവെൻഷൻ ഹാൾ മംഗലാകുന്ന് എന്നിവ മറ്റ് സഹോദര സ്ഥാപനങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായി. വോട്ടെടുപ്പ് സമാധാനപരം. പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറഞ്ഞു. ചെറുതുരുത്തിയിൽ വെച്ച് കാറിൽ നിന്നും 19.7 ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയ സംഭവം. ഇത് കള്ളപ്പണമല്ലെന്നും തന്റെ പുതിയ വീട് നിർമ്മാണത്തിനായി സാധനങ്ങൾ വാങ്ങാൻ പോകുകയായിരുന്നെന്നും കുളപ്പുള്ളിയിലെ SNDP നേതാവ് CC ജയൻ. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല പണം കൊണ്ടുപോയതെന്നും CC ജയൻ. മണ്ണാർക്കാട് മെഴുക്കുപാറയിൽ ചരിഞ്ഞ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി.
ചോലയിൽ ഇറങ്ങിയ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടെ പാറയിൽ നെഞ്ചിടിച്ച് വീണുണ്ടായ പരിക്കാണ് മരണകാരണം. DFOയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. ലാസ്യ ഭാവ താള ലയങ്ങളുമായി വേദികളിൽ നിറഞ്ഞാടി മത്സരാർത്ഥികൾ. വിവിധ സ്കൂളുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ലൈസൻസിനായി വ്യാപാരികളുടെ കാത്തിരിപ്പ്. 5 മാസത്തോളമായി പുതിയ ലൈസൻസ് ലഭിക്കുന്നില്ല. സമരത്തിനൊരുങ്ങുകയാണെന്ന് വ്യാപാരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.